എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകളായി വോയിസ് ഓവറോടെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ക്ലാസ്സുകളൊന്നും തരാൻ സാധിക്കാത്തത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കായുള്ള സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ഏപ്രിൽ 29 തുടങ്ങി ജൂലൈ 2 അവസാനിക്കുന്ന രീതിയിൽ 65 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 65 ദിവസം കൊണ്ട് തന്നെ 3 തവണ റിവിഷനും പൂർത്തിയാക്കി പരീക്ഷയോട് അടുക്കുമ്പോൾ 4ാമത്തെ ഒരു റിവിഷനും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർത്ത് എല്ലാ ഭാഗങ്ങളും ഓർമ്മയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അങ്ങനെ കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഫേസ് ചെയ്യാവുന്നതാണ്. വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടേതായ സ്മാർട്ട് വർക്ക്, കൺസിസ്റ്റൻസി, ഫോക്കസ് എന്നിവ കൂടി ഉണ്ടായിരുന്നാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന നിരയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എനിക്കൊരു ഗൈഡൻസ് തരാൻ മാത്രമേ സാധിക്കൂ. അതിനുവേണ്ട എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും തരുന്ന ഭാഗങ്ങൾ നിർബന്ധമായും പഠിച്ചു പോവുക. റിവിഷന് വേണ്ടി തന്നിരിക്കുന്ന ദിവസങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഏതൊക്കെ ദിവസം എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം.
സ്റ്റഡി പ്ലാൻ കണ്ടല്ലോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സിലബസ് തീർത്തു പോകാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനാണ്. ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കായിട്ട് നേരത്തെ തന്നെ MLT ക്ലാസ്സുകളെല്ലാം നമ്മൾ ലാബ് അസിസ്റ്റൻ്റ് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിം സിലബസ് തന്നെയാണ്, മാത്സ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. JLAക്ക് വേണ്ടിയിട്ട് 35 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനും ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ബന്ധപ്പെട്ട PDF-ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ്, ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പരീക്ഷകളുടെ പ്ലേലിസ്റ്റും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർ അതെല്ലാം കണ്ട് ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിലെത്തി ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.